ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിൽ ഒന്നാണ് റഫറിയുടെ ഡിസിഷനെ ചലഞ്ച് ചെയ്യാനുള്ള അധികാരം. കാരണം ഏതെങ്കിലും ഒരു താരത്തിന് മത്സരത്തിനിടയിൽ ഡയറക്റ്റ് റെഡ് കാർഡ് കണ്ടു കഴിഞ്ഞാൽ അത് റഫറിയുടെ പിഴവ് കാരണമാണ് റെഡ് കാർഡിലേക്ക് കലാശിച്ചത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അപ്പീൽ നൽകാൻ പറ്റും. ആ അപ്പീലിന്റെ അടിസ്ഥാനത്തിൽ റഫറിയുടെ തീരുമാനം പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുകയും റഫറിയുടെ തീരുമാനത്തിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുകയും ചെയ്യുന്ന തരത്തിൽ ഒരു വ്യവസ്ഥ ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ആദ്യത്തെ ഗുണഭോക്താവായിട്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ താരമായിട്ടുള്ള അഷീർ അക്തർ മാറിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും തമ്മിൽ നടന്ന മത്സരത്തിനിടയിൽ നോഹ സദോയി ഒരു ടാക്ലിന് ശ്രമിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഡയറക്റ്റ് റെഡ് കാർഡ് കണ്ട് പുറത്തേക്ക് പോയിരുന്നു. നമ്മൾ അപ്പം തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലാസ്റ്റേഴ്സിന് എതിരായിട്ട് വരുന്ന റഫറിയുടെ തീരുമാനം ഇത്തവണ പാവങ്ങളായിട്ടുള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയാണ് വന്നത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ്, ഇവിടെ ഗുണം അനുഭവിച്ചത് ബ്ലാസ്റ്റേഴ്സ് ആണ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പക്ഷപാതമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. ആ ഒരു തീരുമാനം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അപ്പീൽ കമ്മിറ്റിക്ക് അപ്പീൽ അയക്കുകയും ആ ഒരു അപ്പീൽ അംഗീകരിക്കുകയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് താരമായിരുന്ന അഷീർ അക്തറിന് മേൽ ഇമ്പോസ് ചെയ്തിരുന്ന റെഡ് കാർഡ് എടുത്ത് മാറ്റി അത് യെല്ലോ കാർഡായിട്ട് ചുരുക്കുകയും ചെയ്തു. അതിന്റെ ഫലമായിട്ട് താരം കഴിഞ്ഞ ദിവസം കളിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് അഷീർ അക്തർ കളിച്ചത് എന്നുള്ളതിന്റെ കാരണം വ്യക്തമായെന്ന് വ്യക്തമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇടയിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ ആ റെഡ് കാർഡ് ക്യാൻസൽ ചെയ്തിട്ട് അതൊരു യെല്ലോ കാർഡായി മാറ്റിയിരിക്കുകയാണ്. ആ ഒരു ടാക്ലിന്റെ ഇമേജ് കിട്ടാത്തതുകൊണ്ടാണ് പുതിയ നോഹയുടെ ഫോട്ടോ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ക്ഷമിക്കണം.